ഹയോൾ ജെയ്മെയിൻ 2026 ഫേസ് 1 22 ജാനുവരി സെക്കൻഡ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻ നമ്പർ 4 നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് തന്നെ ക്വസ്റ്റ്യൻ ഏത് ചാപ്റ്ററിനാണെന്ന് നോക്കാം. ഓക്കെ, ദറ്റ് എസ് is equal to set z belongs to C such that 4z square plus z bar is equal to 0, then sigma z belongs to S modulus of z square is equal to. പ്യൂർലി കോംപ്ലക്സ് നമ്പറിലെ ക്വസ്റ്റ്യൻ ആണ്, വേറൊന്നും ആലോചിക്കാനില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒരു സെറ്റ് എസ് അല്ലെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സെറ്റ് എസ്സിലുള്ളത് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. ഏത് കോംപ്ലക്സ് നമ്പറാണ്, അഥവാ ഈ കോംപ്ലക്സ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കോംപ്ലക്സ് നമ്പേഴ്സ് ആണുള്ളത്. ഓക്കെ അല്ലേ? ഇനി ഇവൻ പറയുന്നത് ഈ പറഞ്ഞ സെറ്റ് എസ്സിലെ ഓരോ കോംപ്ലക്സ് നമ്പേഴ്സിന്റെയും മോഡുലസിന്റെ സ്ക്വയറിന്റെ സം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? സിഗ്മ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ അല്ലെ, ആരുടെ സമ്മേഷൻ, അഥവാ മോഡുലസ് ഓഫ് സെഡ് സ്ക്വയറിന്റെ അല്ലെ. ആ മോഡുലസ് ഓഫ് സെഡ് എവിടെ നിന്ന് കിട്ടും? നമ്മുടെ സെറ്റ് എസ്സിൽ നിന്ന് കിട്ടും. റെഡിയല്ലേ? അതാണ് പറഞ്ഞിരിക്കുന്നത്. റെഡിയല്ലേ? അപ്പൊ സെറ്റ് എസ്സിലെ ഓരോ കോംപ്ലക്സ് നമ്പേഴ്സിന്റെയും മോഡുലസുകളുടെ സ്ക്വയറുകളുടെ സം കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ എന്താക്കിയിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്. റെഡിയല്ലേ? സോ നമുക്ക് എന്താക്കാം, ചോദ്യം നോക്കാം. ഫസ്റ്റ് തന്നെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ z is equal to എന്താക്കാം അല്ലെ. ആദ്യം നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ സെറ്റ് എസ് നമുക്ക് എന്താക്കാം, സോൾവ് ചെയ്യാം. സെറ്റ് എസ്സിൽ ആയിരിക്കാനുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, യെസ് z is equal to എന്താക്കാം x + iy എന്ന് കൊടുക്കുക. ഓക്കെ അല്ലെ? എന്നിട്ട് ഈ പറഞ്ഞ കോംപ്ലക്സ് നമ്പേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓരോ കോംപ്ലക്സ് നമ്പേഴ്സിന്റെയും എന്താണ് ആ എക്സ് വൈ വാല്യൂസ് കണ്ടുപിടിച്ച് നമുക്ക് സെറ്റ് നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ 4z² ഉണ്ട്. അപ്പോൾ അതിന് ഞാൻ z² എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പോൾ z² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ, യെസ് x + iy² ആണ്. റെഡിയല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ അതായത് വാട്ട് ഇസ് ദാറ്റ്, യെസ് x² അല്ലെ, പിന്നെ എന്താണ് മക്കളെ +2ixy അല്ലെ, 2ixy അല്ലെ, പ്ലസ് iy² എന്ന് പറഞ്ഞാൽ I²y² എന്ന് പറഞ്ഞാൽ -y² എന്ന് വരും. ഓക്കെ അല്ലെ? യെസ്. പക്ഷെ നമുക്ക് 4z² ആണ് വേണ്ടത് എന്ന് പറയുമ്പോൾ 4x² അല്ലെ പ്ലസ് 8ixy അല്ലെ -4y² എന്ന് വരും. റെഡിയല്ലേ? ഇനി മക്കളെ z ബാർ എന്താണെന്ന് അറിയണം അല്ലെ. z = x + iy ആണെങ്കിൽ z ബാർ എന്ന് പറഞ്ഞാൽ x - iy ആണ്. ആൻഡ് ഫൈനലി നമ്മൾ പറഞ്ഞിരിക്കുന്നത് 4z² + z ബാർ is equal to എന്താണ്, 0 എന്നാണ്. ഓക്കെ അല്ലെ? അഥവാ ഇവരെ നമ്മൾ ആഡ് ചെയ്യുക അല്ലെ. അതായത് ശ്രദ്ധിക്കുക, 4z² + z ബാർ അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, വാട്ട് ഇസ് ദാറ്റ്, എവിടെ നോക്കണേ മക്കളെ, 4x². ഓക്കെ അല്ലെ? നമുക്കൊരു കാര്യം ചെയ്യാം, റിയൽ പാർട്ടൊക്കെ ആദ്യം ആഡ് ചെയ്യാം. ഓക്കെ അല്ലെ? 4x² - 4y². റെഡിയല്ലേ? പ്ലസ് എന്താണ് ഇവിടെ x അല്ലെ. റിയൽ പാർട്ട് കംപ്ലീറ്റ് ഞാൻ ആഡ് ആക്കി. ഇനി ഇമാജിനറി പാർട്ട് ഞാൻ ആഡ് ആക്കുമ്പോൾ 8ixy റെഡിയല്ലേ -iy എന്ന് കിട്ടും. റെഡിയല്ലേ? അപ്പൊ മക്കളെ ഇവൻ എന്താണ്, 0 എന്ന് പറഞ്ഞിരിക്കുകയാണ് അല്ലെ. നമുക്കറിയാം ഒരു കോംപ്ലക്സ് നമ്പർ 0 എന്ന് പറഞ്ഞാൽ അത് 0 പ്ലസ് എന്താണ് i0 ആണ്. റെഡിയല്ലേ? 0 പ്ലസ് i0 ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം അല്ലെ, ഒരു കോംപ്ലക്സ് നമ്പർ അല്ലെ 0 പ്ലസ് i0 ആണെങ്കിൽ അല്ലെ ഈക്വൽ അല്ല 0 ആണെങ്കിൽ അതിന്റെ റിയൽ പാർട്ടും 0 ആയിരിക്കും. അതേപോലെ ഇമാജിനറി പാർട്ടും എന്തായിരിക്കും മക്കളെ, 0 ആയിരിക്കും. ഓക്കെ അല്ലെ? അപ്പൊ ഞാനിവിടെ ആദ്യം എടുക്കുന്ന ഇമാജിനറി പാർട്ടിനെ കുറിച്ചാണ്, കാരണം അതാണ് കുറച്ചും കൂടി ഡീൽ ചെയ്യാൻ എളുപ്പം അല്ലെ. അഥവാ ശ്രദ്ധിക്കണം, i × അല്ലെങ്കിൽ 8i. നമുക്ക് ഒരു കാര്യം ചെയ്യാം, 8i നോക്കണേ, 8ixy റെഡിയല്ലേ, 8ixy -iy അല്ലെ is equal to 0 ആണ് അല്ലെ. അപ്പോൾ നമുക്ക് അഥവാ ശ്രദ്ധിക്കുക, നമുക്ക് എന്ത് പറയാം, 0i ആണ്. അഥവാ നമുക്ക് 8 × what is that, yes xy - y is equal to എന്താണ്, 0i ആണ്. റെഡിയല്ലേ? അപ്പോൾ അതായത് ശ്രദ്ധിക്കുക, നമുക്ക് ഇവിടെ നിന്ന് പറയാം മക്കളെ, യെസ് 8xy - y is equal to 0 എന്ന് പറയാം. y I can take outside, അഥവാ 8y × 8x - 1 is equal to നമുക്ക് എന്ത് പറയാം മക്കളെ, 0 എന്ന് പറയാം. റെഡിയല്ലേ? ഓക്കെ അല്ലെ? y × 8x - 1 is equal to നമുക്ക് എന്ത് പറയാം മക്കളെ, യെസ് 0 എന്ന് പറയാം അല്ലെ. ഇത്രയും ഓക്കെ ആണെന്ന് വിചാരിച്ചോളട്ടെ ഞാൻ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് പോസിബിലിറ്റി ഉള്ളത്, ഒന്നിക്കിൽ y is equal to 0 അല്ലെ, അല്ലെങ്കിൽ 8x - 1 is equal to 0 അല്ലെ. അഥവാ 8x - 1 is equal to 0 ആണെങ്കിൽ x is equal to എന്താണ് മക്കളെ, 1/8 ആണ്. റെഡിയല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ രണ്ട് പോസിബിലിറ്റീസ് ആണ് നമുക്ക് ഉള്ളത്. റെഡിയല്ലേ? ഓക്കെ, അപ്പൊ അതിൽ ഞാൻ ഒന്നാമത്തെ പോസിബിലിറ്റി എടുക്കുകയാണ്. ഒന്നാമത്തെ പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y is equal to 0 എന്ന് പറഞ്ഞ പോസിബിലിറ്റി ആണ്. ഓക്കെ അല്ലെ? അപ്പോൾ y is equal to 0 എന്ന് പറഞ്ഞ പോസിബിലിറ്റി ഏതൊക്കെ x വാല്യൂസ് ആണ് പോസിബിൾ ആവുക എന്ന് നമ്മൾ എന്താക്കണം, ചെക്ക് ചെയ്യണം. ഓക്കെ അല്ലേ? അതെങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക? നമുക്കിവിടെ ഇമാജിനറി പാർട്ടും ഉണ്ട്, റിയൽ പാർട്ടും ഉണ്ട്. ശരിയല്ലേ? നേരത്തെ നമ്മൾ റിയൽ പാർട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കൊരു ഇമാജിനറി പാർട്ട് ഇവിടെ എന്തുണ്ട് മക്കളെ, ബാക്കിയുണ്ട് അല്ലെ. ആ ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 4x² അല്ലെ -4y² അല്ലെ പ്ലസ് x is equal to എന്താണ് മക്കളെ, 0 ആണ്. റെഡി അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കിവിടെ ഇമാജിനറി പാർട്ട് 0
0 ആക്കിയപ്പോൾ രണ്ട് കണ്ടീഷൻ കിട്ടി. ഒന്ന് എന്താണ്, യെസ് y ഈസ് ഈക്വൽ ടു 0, മറ്റത് x ഈസ് ഈക്വൽ ടു 1/2 അല്ലെ, 1/h. ഓക്കെ, അപ്പൊ ഈ രണ്ട് കണ്ടീഷനും എടുത്തിട്ട് ഞാൻ എന്താക്കുക, ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അല്ലെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ പാർട്ട് ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പൊ നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള കേസുകൾ നമുക്ക് എന്താ ഇവിടെ മക്കളെ കിട്ടും. റെഡി അല്ലേ? അപ്പം നമുക്കിവിടെ ശ്രദ്ധിക്കുക. അപ്പം നമുക്കിവിടെ ശ്രദ്ധിക്കുക, വാട്ട് ഇസ് ദാറ്റ്, നമുക്കിവിടെ y ഈസ് ഈക്വൽ ടു 0 എന്നാണ് കൊടുക്കുക അല്ലേ. സോ ഇവിടെ y ഈസ് ഈക്വൽ ടു 0 അല്ലേ എന്നുള്ള കേസാണ് നമുക്ക് കൊടുക്കേണ്ടത്. റെഡി അല്ലേ? സോ y ഈസ് ഈക്വൽ ടു 0 ഞാൻ താഴേക്ക് വെക്കുന്നു. റെഡി അല്ലേ? യെസ്, y ഈസ് ഈക്വൽ ടു 0 ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് മക്കളെ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. റെഡി, യെസ്, ഇവിടെ 4x² പ്ലസ് xi ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും മക്കളെ, 0 കിട്ടും അല്ലേ. അഥവാ നമുക്കിതിനെ xi ഇൻറ്റു എന്താണ്, യെസ് 4x പ്ലസ് 1 ഈസ് ഈക്വൽ ടു എന്താണ് 0. അപ്പോൾ നമുക്ക് x ഈസ് ഈക്വൽ ടു ഒന്നിക്കൽ 0 അല്ലെങ്കിൽ 4x പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0 അല്ലേ, അഥവാ x ഈസ് ഈക്വൽ ടു -1/4 എന്ന് കിട്ടും. റെഡി അല്ലേ? അപ്പോൾ yക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ xന് 0യും അതേപോലെ -1/4 കിട്ടും. റെഡി അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് വേഗം എന്താക്കാം മക്കളെ, സെറ്റ് എസ് ഉണ്ടാക്കി തുടങ്ങാം. റെഡി അല്ലേ? അഥവാ yക്ക് ഞാൻ 0 കൊടുക്കുന്ന സമയത്ത് രണ്ട് x വാല്യൂസ് ആണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. ഒന്ന് എന്ത് തന്നെയാണ്, 0 ആണ്. അപ്പം സെറ്റിലെ ഒന്നാമത്തെ എലമെന്റ് എന്ന് പറഞ്ഞാൽ 0 + 0y. അല്ലേ, ഒന്നാമത്തെ എലമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ, 0 + 0y അല്ലേ. അടുത്ത എലമെന്റ് എന്ന് പറഞ്ഞാൽ മക്കളെ എന്താണ്, എക്സിന് വൈക്ക് 0 കൊടുത്ത സമയത്ത് എക്സ് കിട്ടിയിരിക്കുന്നത് -1/4 ആണ് അല്ലേ. സോ -1/4 പ്ലസ് എന്താണ് 0y. റെഡി അല്ലേ? അപ്പം അതും ഓക്കെ ആയി. റെഡി. ഇനി കുഞ്ഞുങ്ങളെ അടുത്ത് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത കേസാണ്, അഥവാ x ഈസ് ഈക്വൽ ടു എന്താണ് 1/8 എന്ന് കൊടുക്കുക. റെഡി അല്ലേ? അപ്പോൾ x ഈസ് ഈക്വൽ ടു 1/8 ഞാൻ കൊടുക്കുന്ന സമയത്ത് ഇവിടെ എന്താണ് സംഭവിക്കുക മക്കളെ, യെസ് 4a ഇൻറ്റു അല്ലേ 1/8ന്റെ എന്താണ് മക്കളെ, സ്ക്വയർ വരും അല്ലെ. 1/8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/64 എന്ന് വരും അല്ലെ. -4y² പ്ലസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/8 ആണ് അല്ലെ, വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ് മക്കളെ, 0 എന്ന് വരും. റെഡി അല്ലേ? അപ്പോൾ ഇതിന് എനിക്ക് എന്ത് ചെയ്യണം മക്കളെ, സിംപ്ലിഫൈ ചെയ്യണം. ഓക്കെ, എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം അല്ലെ, ഇത് കട്ടാവും അല്ലെ, കട്ടാവും. ഇവിടെ 16 എന്ന് വരും. ശരിയല്ലേ? അപ്പം ഞാൻ കംപ്ലീറ്റ്ലി നമ്മുടെ ഒന്ന് എഴുതാം അല്ലെ, ഇവിടെ 1/16 എന്ന് വരും. റെഡി അല്ലേ? മൈനസ് എന്താണ് മക്കളെ, 4y² എന്ന് വരും. റെഡി അല്ലേ? പ്ലസ് ഇവിടെ എന്ത് കിട്ടും മക്കളെ, 1/8 ഈസ് ഈക്വൽ ടു 0. കംപ്ലീറ്റ് ഞാൻ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 1 എന്ന് വരും അല്ലെ. ഇവിടെ ആണെങ്കിൽ മക്കളെ 64y² എന്ന് വരും അല്ലെ. ഇവിടെ ആണെങ്കിൽ +2 ഈസ് ഈക്വൽ ടു എന്താണ്, 0 എന്ന് വരും. റെഡി അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. 64y² അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഇസ് ദാറ്റ്, 64 വരിക, -4y² ആണ് അല്ലെ. x² എന്ന് പറഞ്ഞാൽ 64. ഓക്കെ, 1/8 വന്നപ്പോൾ ഓക്കെ 1/8 വന്നു. ഓക്കെ, കറക്റ്റ് ആണ്. ഓക്കെ, അപ്പം നമുക്കിവിടെ 64y² ഈസ് ഈക്വൽ ടു എന്താണ് മക്കളെ, യെസ് 3 എന്ന് കിട്ടും. y² ഈസ് ഈക്വൽ ടു 3/64 എന്ന് കിട്ടും. സോ y ഈസ് ഈക്വൽ ടു +3 എന്താണ് 8 എന്ന് കിട്ടും. റെഡി അല്ലേ? ആ വൈക്ക് രണ്ട് വാല്യൂസ് കിട്ടി അല്ലേ, അതായത് +or-3/8 അല്ലെ. അഥവാ മനസ്സിലാക്കേണ്ടത് x ഈസ് ഈക്വൽ ടു ഞാൻ 1/8 കൊടുക്കുമ്പോൾ വൈക്ക് കിട്ടുന്ന വാല്യൂസ് ഒന്ന് എന്താണ്, യെസ് +3/8 അല്ലെ. സോ +√3/8 i എന്ന് കിട്ടും. റെഡി അല്ലേ? അതേപോലെ x ഈക്വൽ ടു 1/8 അല്ലേ ഞാൻ കൊടുത്തിട്ടുണ്ട്. റെഡി അല്ലേ? യെസ് 1/8 കൊടുക്കുമ്പോൾ y കിട്ടുന്ന മറ്റൊരു വാല്യൂ ആണ് മക്കളെ എന്താണ്, യെസ് -√3/8i. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇവരുടെയൊക്കെ എന്തായി, എസ് എന്ന് പറഞ്ഞ സെറ്റ് എന്തായി അവിടെ കംപ്ലീറ്റ് ആയി. റെഡി അല്ലേ? നമ്മൾ വേണ്ടത് ഇവർ ഓരോരുത്തരുടെയും എന്താക്കാം, മോഡുലസ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുകയാണ് വേണ്ടത്. റെഡി അല്ലേ? മോഡുലസിന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക, ആഡ് ചെയ്യുക അല്ലെ മക്കൾ. ഇതിന്റെ മോഡുലസിന്റെ സ്ക്വയർ അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഞാൻ ഇതിനെ Z1 എന്ന് വിളിച്ചു വരിക. ഓക്കെ അല്ലെ? Z1 ഈസ് ഈക്വൽ ടു എന്താണ് 0 + 0i എന്ന് വിളിച്ചു അല്ലേ. സോ മോഡുലസ് ഓഫ് Z1² എന്ന് പറഞ്ഞാൽ അത് 0 തന്നെയാണ്. റെഡി അല്ലേ? ഞാൻ Z2 ഈസ് ഈക്വൽ ടു എന്താണ് -1 + 0i എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് Z2² എന്ന് പറഞ്ഞാൽ അതെന്താണ്, -1/4 ഓക്കെ, അത് 1/4 തന്നെയാണ്. റെഡി അല്ലേ? 1/4 തന്നെയാണ് അല്ലെ, അതിൽ യാതൊരു സംശയം വേണോ? ഓക്കെ അല്ല, സോറി, ഹോൾ സ്ക്വയർ ഉണ്ടല്ലേ. അപ്പോൾ 1/4 അല്ല, എന്താണ് 1/16 ആണ് അല്ലെ. ഓക്കെ, ഞാൻ Z3 ഈസ് ഈക്വൽ ടു എന്താണ്, യെസ് 1/8 + √3/8i എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് എന്താണ് Z3² എന്ന് പറഞ്ഞാൽ 1/64 + 3/64 ആണ്, അതായത് 4/64 ആണ് അല്ലെ, വിച്ച് ഈസ് ഈക്വൽ ടു 1/16 ആണ് അല്ലെ. ഇനി അടുത്തവൻ ഞാൻ Z4 ഈസ് ഈക്വൽ ടു എന്താണ് 1/8 -√3/8i ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മോഡുലസ് ഓഫ് Z² എന്ന് പറയുന്നത് എന്താണ് 1/16 തന്നെയാണ് അല്ലേ. കാരണം ഇവർ രണ്ടുപേരും പരസ്പരം എന്താണ്, കോൺജുഗേറ്റ് ആണ്. കോൺജുഗേറ്റുടെ മോഡുലസുകൾ എന്താണ്, സെയിം ആണ്. അപ്പൊ നമുക്ക് കിട്ടിയ മോഡുലസുകളുടെ അതായത് Z² വാല്യൂ ഇത് 1 ഇവൻ അല്ലെ, 1 ഇവൻ
റെഡി? ഒന്നാരാണ്? യെസ്, ഇവൻ. റെഡി അല്ലേ? മറ്റേരാണ് ഇവൻ അല്ലേ? 3 എണ്ണം എന്താണ്? 1/16. ഒന്നെന്താണ്? 0. ഓക്കെ അല്ലേ? സോ സിഗ്മ എന്താണ്? യെസ്, z ബിലോങ്സ് ടു യെസ് മോഡ് z² എന്ന് പറഞ്ഞാൽ 0 പ്ലസ് 1/16 പ്ലസ് 1/16 പ്ലസ് 1/16 എന്ന് വരും അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ആൻസർ ഈസ് വാട്ട്? 3/16 എന്ന് വരും. ഓക്കെ അല്ലേ? 3/16 is the right answer. ഓക്കെ അല്ലേ? ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി എത്രയും സ്റ്റെപ്പ് ഡീറ്റെയിൽ പറഞ്ഞാൽ മക്കളെ, അത്രയൊന്നും സ്റ്റെപ്പ് എടുക്കരുത്, പെട്ടെന്ന് ചെയ്തു പോകണേ. ഓക്കെ, സോ യെസ്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കാണാം.